എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളൊരു ആലോചന നടത്തി. കാരണം എന്ന് വെച്ചാൽ ഈ എല്ലാ വണ്ടികളും റോഡ് സേഫ്റ്റി അതോറിറ്റി കമ്മീഷണറും ഉണ്ടായിരുന്നു. ഞങ്ങളിത് സംസാരിച്ച പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ ലൈൻ ലംഘിച്ചുകൊണ്ട് നമ്മളിവിടുന്ന് MC റോഡിൽ കൂടെ പോയാൽ തന്നെയും 2 വരിയേ ഉള്ളെങ്കിലും ആ എല്ലാ വണ്ടിയും ഈ ലൈൻ ക്രോസ് ചെയ്ത് വരികയാണ് റൈറ്റ് സൈഡിലേക്ക്. പല വണ്ടികളും വണ്ടിയുടെ വലതുവശത്തെ വീല് ലൈനിൽ പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നെ പറഞ്ഞൊരു പോലീസിലെ ഡ്രൈവർ അദ്ദേഹത്തോട് പണ്ട് പറഞ്ഞു, സാറേ ഇങ്ങനെയാണ് സിനിമയിലൊക്കെ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, ഈ വരയിൽ കൂടെ പോകണമെന്നാണ്. ഈ വര മുറിച്ച് കിടക്കരുതെന്നുള്ളതല്ല അവരത്. അത് എല്ലാവരും ഈ 2 ലൈൻ വലിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. 2 ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ലെന്നാണ്. ആ 2 ലൈനും ക്രോസ് ചെയ്തിട്ട് സിംഗിൾ ലൈൻ വലിച്ചതും ക്രോസ് ചെയ്യാൻ പാടില്ല. അതെല്ലാം ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് പരിശോധിക്കാം ഇത്തരത്തിൽ കയറി വരാം. അപ്പോൾ ഞങ്ങളൊരു പദ്ധതി ഇറക്കിയിരിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അവരുടെ സ്വന്തം കാറിലോ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വണ്ടിയിലോ ഒരു ഡാഷ് ക്യാമറ വയ്ക്കാൻ പോകണം. ആ ഡാഷ് ക്യാമറ ഉപയോഗിച്ച് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആൾ ഈ ലൈൻ ട്രാഫിക്ക് ലംഘിച്ച് വലത്തുവശം കയറി വരുമല്ലോ, റോങ് സൈഡിലേക്ക് കയറി വരുന്നുണ്ട്, ലൈനിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്തതിന് ശേഷം അവർക്ക് ഫൈൻ അയച്ചു കൊടുക്കാനുള്ള